നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2026 ഏപ്രിൽ മാസം 22 ബുധനാഴ്ച. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:14, അസ്തമയം വൈകിട്ട് 6:32. നാളത്തെ രാഹുകാലം ബുധനാഴ്ച നിങ്ങൾക്കറിയാം. 12 മുതൽ 1:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി വളരെ വിശേഷപ്പെട്ട തിഥിയാണ്. നാളെ വെളുത്ത പക്ഷത്തിലെ ശുക്ലപക്ഷ ഷഷ്ഠി തിഥിയാണ്. സുബ്രഹ്മണ്യൻ്റെ ജനനവുമായി അഭേദ്യമായ ബന്ധമുള്ള ദിനമാണ് ഷഷ്ഠി. താരകാസുരനെ വധിക്കാൻ വേണ്ടി അപ്രത്യക്ഷനായ സുബ്രഹ്മണ്യന് രക്ഷയേകാൻ വേണ്ടി അമ്മയായ പാർവതീദേവി 108 വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിവ്രതം എടുത്തു. ആ വ്രതത്തിൻ്റെ ഒരു ഫലമായാണ് യഥാർത്ഥത്തിൽ താരകാസുരനെ സുബ്രഹ്മണ്യൻ വധിക്കുന്നത്. അത്രത്തോളം മക്കൾക്ക് ശ്രേയസ്സിന് വേണ്ടി അമ്മമാർ അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഷഷ്ഠിവ്രതം. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, ഷഷ്ഠിവ്രതം വളരെ വിശദമായി ഓൺലൈനിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. ഷഷ്ഠിവ്രതത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ ചെയ്യേണ്ടത് നന്നായി ഓം വജദ്ഭുവേ നമഃ സുബ്രഹ്മണ്യൻ്റെ പ്രാർത്ഥനയാണ്. വജദ്ഭു സുബ്രഹ്മണ്യൻ്റെ നാമധേയമാണ്. ഷൺമുഖൻ, അറുമുഖൻ, വേലായുധൻ, അല്ലേ, മുരുകൻ, വജദ്ഭു അതിലെ ചതുർത്ഥിയാണ്. ഓം വജദ്ഭുവേ നമഃ. ആ പ്രാർത്ഥനയോടുകൂടി സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങുക. ഷഷ്ഠി പൂജ ചെയ്യുക. ഷഷ്ഠി പൂജ വളരെ വിശേഷമാണ്. അപ്രകാരം സുബ്രഹ്മണ്യന് മധുരം കൂടിയ പായസം നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ സുബ്രഹ്മണ്യ പ്രീതി നാളത്തെ ദിനം ചെയ്ത് നാളത്തെ ദിനത്തിനെ ധന്യമാക്കണം. നാളത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. അതിനാൽ സുബ്രഹ്മണ്യ സ്വാമിയുമായി ഏറ്റവും അധികം അഭേദ്യമായ ബന്ധമുണ്ട് നാഗങ്ങൾക്ക്. നിങ്ങൾ സാധാരണ അധികവും സർപ്പങ്ങളെ കാണുമ്പോൾ ഒന്നുകിൽ ശിവൻ്റെ കൂടെയാണ് കാണുക, ശിവൻ്റെ കഴുത്തിൽ മാല. പിന്നീട് സുബ്രഹ്മണ്യ സ്വാമിയുമായിട്ടാണ് ബന്ധം. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് നാഗത്തിൻ്റെ ആരാധന ഏറ്റവും കൂടുതലുണ്ടാവുക. പെർളശ്ശേരി കണ്ണൂർ ജില്ലയിൽ വലിയ ക്ഷേത്രമാണ്, സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. അവിടെയാണ് നാഗങ്ങളുള്ളത്. അപ്രകാരം ഹരിപ്പാടും മണ്ണാർശാലയും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ള ക്ഷേത്ര സങ്കേതങ്ങളാണെന്ന് അറിയുക. അതിനാൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുവാനുള്ള കർമ്മങ്ങൾ ചെയ്യുക. അപ്രകാരം തന്നെ നാഗക്ഷേത്രത്തിൽ തിരുവാതിര നക്ഷത്രമാണ്. ആയില്യപൂജ, സർപ്പബലി അല്ലെങ്കിൽ നാഗങ്ങൾക്ക് 100 പാലും വഴിപാടായി സമർപ്പിക്കുക. കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുക. നാളത്തെ നക്ഷത്രം തിരുവാതിര, വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. യാത്ര പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത നക്ഷത്രമാണ്. പക്ഷെ നാളത്തെ ദിനം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണ്? വിദ്യാരംഭത്തിന് മറ്റൊരു ഇത്ര നല്ല ദിനമില്ല. ബുധനാഴ്ച, തിരുവാതിര നക്ഷത്രം, ശുക്ലപക്ഷ ഷഷ്ഠി. വിദ്യാരംഭത്തിന് ദിവസം കണ്ടില്ലെങ്കിൽ അവശേഷിക്കുന്ന ദിനങ്ങൾ ഉണ്ടെങ്കിൽ നാളത്തെ ദിനം ഏറ്റവും അനുകൂലമാണ് വിദ്യാരംഭത്തിന്. അതിന് നല്ല മുഹൂർത്തവുമുണ്ട്. 9:15 മുതൽ 10:15 വരെയുള്ള സമയം ഏറ്റവും അനുകൂലമാണ് വിദ്യാരംഭത്തിന്. മറ്റെന്തെങ്കിലും കർമ്മങ്ങൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യമുണ്ടെങ്കിൽ നാളെ ഈ ഒരു സമയം 9:15 to 10:15 സമയം നിങ്ങൾക്ക് സ്വീകരിക്കാം. നന്ദി, നമസ്തേ.